നമസ്കാരം. കൊച്ചി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പിഴല ഉള്ള ഏക സഞ്ചാരയോഗ്യമായ പിഴല പാലമാണിത്. കണ്ടെയ്നർ റോഡിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ അങ്ങോട്ട് മാറിയാലാണ് ഈ പിഴല എന്ന ദ്വീപ്. ഈ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, പിഴലിലേക്ക് പാലം പൂർണ്ണമായും പൂർത്തീകരിച്ചു, എന്നാൽ ഇതിൻ്റെ അപ്രോച്ച് റോഡ് ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങളെല്ലാം ഈ പാലത്തിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. വളരെ ദയനീയമാണ് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ്. കഴിഞ്ഞ വർഷങ്ങളായി ഒരു അപ്രോച്ച് റോഡ് 350 മീറ്റർ പൂർത്തിയാക്കാനുള്ള അപ്രോച്ച് റോഡിൻ്റെ ശോചനാവസ്ഥ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെ നിങ്ങളോട് പറയും. നമുക്ക് അവരെ ഒന്ന് കാണാം. പിഴല കടമക്കുടി ഗ്രാമപഞ്ചായത്ത് പിഴല 11-ാം വാർഡിലെ മുൻ ജനപ്രതിനിധിയും നാട്ടുകാരിയുമാണ് ഞാൻ. നമ്മളുടെ ഏക കണക്ടിവിറ്റി ആയിട്ട് കിടക്കുന്നത് പിഴല എന്ന ഐലൻഡിലോട്ട് കിടക്കുന്ന ഒരു പാലമാണ് നമ്മുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അടുത്ത ആഴ്ച നാളെ പിള്ളേർ ഇവിടെ നിന്ന് സ്കൂളിലോട്ട് പോകണം. പുറത്ത് പോയി പഠിക്കുന്ന മക്കളാണ് നമ്മളുടെ എല്ലാവരും. ഈ റോഡ് കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും ഇതിൻ്റെ നിർമ്മാണം ഇപ്പം 4 പേര് 3 പേര് വെച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നത്. പിഴല ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമുക്കിതിലുണ്ട്. ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥയെപ്പറ്റി നമ്മളൊരു 3-4-5 പേര് പാർട്ടിയും ഒന്നും നോക്കാതെ, നമ്മൾ പാർട്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല. ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമ്മൾ നാട്ടുകാർ തന്നെ അത് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ സഹകരിക്കുക എന്ന് പറഞ്ഞ് നമ്മളൊരു ഇത് പറഞ്ഞിട്ട് പോലും പിഴല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ അതിനൊരു മറുപടി ഇന്ന് വരെ നമുക്ക് കിട്ടുന്നില്ല. ഇത്രയൊക്കെ നമ്മൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ടും ഒന്നിനും പ്രതികരിക്കാത്ത ഈ ഒരു അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്ത് മറ്റുള്ളവരറിയണം എന്ന് പറയണത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞങ്ങളുടെ ഈ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകണം. കാര്യം എന്ന് വെച്ചാൽ 3 പേര് 4 പേരാണ് ഈ റോഡിൻ്റെ വർക്കിന് നിന്ന് നിൽക്കുന്നത്. ഒരു വീട് പണിയാൻ നമ്മൾ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ 10-12 പേര് ആ വീടിൻ്റെ വർക്കിന് ഇവിടെ നിൽക്കും. എത്രയൊക്കെ പറഞ്ഞിട്ടും അധികാരികളിൽ നിന്ന് നല്ലൊരു മറുപടി കിട്ടാത്തത് മൂലമാണ് ഞങ്ങൾ ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇത് ഞാൻ മുൻ മെമ്പറായിരുന്നുകൊണ്ട് ഞാൻ ബന്ധപ്പെട്ട പഴയ ഇപ്പോഴത്തെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടും പിന്നെ പഴയ ബ്ലോക്ക് പ്രസിഡൻ്റായ നട്ടീസാമാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ കുറച്ച് മടവിരി അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അപ്പോഴും പൂർണ്ണമായിട്ടില്ല. നാളെ ക്ലാസ്സുകൾ തുറക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം നടന്നു പോകാനുള്ള വിധത്തിലെങ്കിലും ഇത് ചെയ്ത് തരണമെന്നാണ് അപേക്ഷിക്കുന്നു. ഇത് ഇവിടെ രാഷ്ട്രീയമാണല്ലേ എപ്പോഴും വലുത്. MLA യും ഇവിടുത്തെ വാർഡിലെ 3 മെമ്പർമാരുണ്ട്. ആരും ഇതിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനൊക്കെ മെമ്പറായത് മുമ്പിൽ നിന്ന് ഇവിടെ തടഞ്ഞാനേ പ്രസിഡന്റ് തടയും വന്നവരെയൊക്കെ തടഞ്ഞു ഞാൻ മെമ്പറായിരുന്നു ഉണ്ടെങ്കിൽ. ഇപ്പം ഞാൻ പഴയതാണെങ്കിൽ നമുക്ക് ആരുമില്ല. അല്ലാതെ പഴയ മെമ്പർ സോഫിയ ആണെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് തടഞ്ഞാനേ. ഞാനൊക്കെ മെമ്പറായത് ഇപ്പം ഞാൻ മെമ്പറായി ഇവിടെ ഒറ്റത്തിന് കടത്തിവില്ലായിരുന്നു. പ്രസിഡന്റിന് ഉൾപ്പെടെ കടത്തില്ലായിരുന്നു. ജനങ്ങൾക്ക് വികാരം ഞാൻ പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം 350 എത്ര ആളായി ഓരോ കട്ട് ചെയ്ത് നേരത്തെ തീർന്നു തന്നെയല്ലേ. ഈ നാട്ടുകാരനാണ്. അതായത് ഇത് 2 വർഷത്തോളമായി 3 മാസം കൊണ്ട് വർക്ക് തീർക്കുമെന്ന് പറഞ്ഞാൽ അവർ ജിഡാധികൃതർ തുടങ്ങിയ വർക്കാണ്. ഓരോ വർക്കിൻ്റെയും ഇത് എല്ലാം ശോചനീയമായ അവസ്ഥയിലാണ് പോണത്. യാത്രക്കാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാമെന്ന് കണക്കാക്കിക്കൊണ്ടാണ് അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ കുണ്ടും കുഴിയുമായിട്ട് വെള്ളവും കെട്ടിക്കിടന്ന് റോളർ ഇവിടെ കിടപ്പുണ്ട്. അതുപോലും മര്യാദക്കിട്ട് ഉരുട്ടാതെ ഇപ്പോഴും എപ്പോൾ തീരും എന്നുള്ള ഒരു ഇത് ജിഡക്കാർ ഇന്നും പറയണില്ല. ഇവിടുത്തെ ചില കക്ഷി രാഷ്ട്രീയ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വഴങ്ങിയാണ്ട് ഇത്രയും മോശമായിട്ട് കിടക്കണമെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചെടുത്ത് എല്ലായിടത്തും തന്നെ അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജിഡയിൽ പോയപ്പോഴേക്കും എത്രയും പെട്ടെന്ന് തീർക്കാമെന്നല്ലാണ്ട് ഇന്നൊരു ദിവസം തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലെന്നാണ് ജിഡ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത്. സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെയുള്ള പകുതിയിലധികം പിള്ളേരും പുറത്തേക്ക് പഠിക്കുന്നവരാണ്. എല്ലാ വാഹനങ്ങളും ഇവിടെ വന്നവർ. ആ പിള്ളേർ ഇവിടെ കൂടി ഒന്ന് വന്ന ഒരു സീനെന്ന് ആലോചിച്ച് നോക്കി. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഓട്ടോറിക്ഷ പോകണ്ട. ആ ഓട്ടോറിക്ഷ തകിടം മറിഞ്ഞ പോകുന്നുണ്ട. അപ്പോൾ വളരെ സ്ലോവിൽ യാത്ര ചെയ്താൽ മതി. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള സൗകര്യം എന്നാണ് ജിഡാധികൃതർ നമ്മളോട് പറയണത്. അതിനൊരു മാറ്റം കൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. റോഡ് ഇപ്പം ഇത് മട്ടി അടിക്കാൻ തുടങ്ങിയിട്ട് തന്നെ 4 കുറയായി. അത് കുണ്ടും കുഴിയായിട്ടാണ് മൊത്തത്തിൽ കിടക്കുന്നത്. അത് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് അവരല്ല ചെയ്യണത്, ജിഡയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഒഴിയുന്നു. ജിഡ പറയും പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇത്ര നാൾ നീണ്ടു പോണത്. ഇതിൻ്റെ കോൺട്രാക്ടർ പറഞ്ഞത് അയാൾക്ക് പൈസ കിട്ടണമെന്ന്, ജിഡ പറഞ്ഞ പൈസ കൊടുക്കുന്നുണ്ടെന്ന്. ഇല്ല, അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് എന്താ ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ജിഡ ചോദിച്ചപ്പോൾ അവരൊന്നും പൈസ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കോൺട്രാക്ടർ പറഞ്ഞ പൈസ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ 1.5 വർഷത്തോളം ഇത് തുടങ്ങിയിട്ട് ഈ റോഡിൻ്റെ പണി.
1.5 വർഷമായി. അപ്പോൾ അത് ഏറ്റവും എളുപ്പം തീർക്കാനായിട്ട് ഇന്നലെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായെന്ന് പറഞ്ഞു അവിടെ ജഡേലി മിഞ്ഞാന്ന്. അപ്പോൾ അവർ ഡിസംബറിൽ തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഡിസംബറിലൂടെ പള്ളിപ്പെരുന്നാളാണ്. ഒരു നവംബറിൽ ആ തീരുകയാണെന്നുണ്ടെങ്കിൽ ആ ശല്യം കുറേ ഒഴിവാക്കി കിട്ടും, ആൾക്കാർക്ക് വന്നു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. നവംബറിൽ എങ്കിലും തീർന്നായെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഒരു 2 വർഷം എന്ന് പറഞ്ഞാൽ ഇനി 2 വർഷം എടുക്കുന്ന അവർ പറഞ്ഞത്. ഇനി 2 വർഷം പിടിക്കുന്നതാണ് ജിഡയും പറയണത്, ഇവിടുത്തെ ആൾക്കാരും പറയുന്നത്. ഇത് ജനങ്ങൾക്ക് മൊത്തം ആവശ്യമുള്ളതല്ല ഇത്, അല്ലാതെ ഇവിടുത്തെ കുറച്ച് പാർട്ടിക്കാർക്കോ മറ്റേ പാർട്ടിക്കോ അങ്ങനെ ആവശ്യമുള്ളതല്ല. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം ആവശ്യമുള്ളതാണിത്. ലെറ്റർ കൊടുത്തതാണ്. ഇപ്പോഴും അവർ പറഞ്ഞത് എം എൽ എയുടെ വണ്ടി ഈ പാലം വിട്ട് അപ്പുറത്തോട്ട് പോകാറില്ല. എം എൽ എയുടെ ഇന്നോവ പോകാറില്ല, പക്ഷേ ഇവിടുത്തെ മസ്തവരെയും പോകാറുണ്ട്. പക്ഷേ എം എൽ എ വണ്ടി മാത്രം ഈ പാലം വിട്ട് അപ്പുറത്തോട്ട് പോകില്ല. അതിന് ഇവിടുത്തെ മെമ്പറായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകല പതിവ്. കുറേ കാലമായി. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. എം എൽ എ വണ്ടി ഈ പാലം വിട്ട് അപ്പുറത്തോട്ട് പോയിട്ടില്ല ഇതുവരെ. എം എൽ എ വണ്ടി പിന്നെ ഇവിടെ വിട്ടിട്ട് മറ്റേ പാനന്തവാടിലെ മെമ്പർ കിട്ടിയാനാണ് ഇവിടെ ഒന്ന് വണ്ടിക്ക് 2 വീലറിന് കൊണ്ടുപോകുന്നത്. ഞാനിവിടെ ജനിച്ചാൽ തന്നെ എനിക്കിപ്പോൾ 56 വയസ്സായി. 56 വയസ്സായിട്ട് ഇത്രയും ഈ 2 കൊല്ലോട്ട് ഈ പേളക്കാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ല. അതായത് ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ 5 വർഷത്തെ ആയുസ് പോയെന്ന് വേണം പറയാം. അത് നടുവേദനയും കാലുവേദനയും ഇതിലെല്ലാം കൊണ്ടിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ ചേർന്ന് പോയി നോക്കും. ഒരു പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ അറിയാം എൻ്റെ വിവരം എന്താണ്. ഞാനിവിടുത്തെ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു, ഒരുപാട് ആൾക്കാരെ പ്രതികരിച്ച്, ജില്ല മെമ്പർമാരോടും വാർഡ് മെമ്പർമാരോടും എല്ലാവരോടും ഞാൻ പ്രതികരിച്ച ആളാണ്. പക്ഷെ എല്ലാത്തിൻ്റെ അവസാനം കണ്ടു അവർ എല്ലാവരും ഈ എം എൽ എ എന്നെ 3 പ്രാവശ്യം 4 പ്രാവശ്യം 5 പ്രാവശ്യമായിട്ട് അയാൾ ഈ എന്തോ പരിപാടിക്ക് ഇവിടെ വന്നിട്ടാണ്. അയാൾ ഇത് ഓടിച്ചു പോയിട്ടുള്ള ആളാണ്. ഈ ഇലക്ഷൻ പ്രമാണിച്ച് എല്ലാ നേതാക്കന്മാരും ഇതിനകത്തൂടി വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരും മഴ പോയി. മഴ പെയ്തപ്പോൾ ഒന്നും കൂടി കൂടി. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ചെടിയും കൂടി കൊണ്ടുവന്നിട്ടപ്പോൾ പോരാത്തയും കൂടി തൈ. ഒരു ദിവസം വരാവുന്ന കഷ്ടകാലം ഒരു ദിവസം ഒന്ന് ഓടിച്ചു നോക്കുന്നത്. ഇതൊന്ന് ഫോട്ടോ എടുത്താലും അറിയാൻ പറ്റും കാര്യങ്ങൾ. ദയനീയ സ്ഥിതി എന്ന് വെച്ചാൽ അത്രയും ദയനീയ സ്ഥിതിയാണ്. നടുവേദന എടുത്തിട്ട് വയ്യ ശരിക്കും പറഞ്ഞാൽ പോകാനായിട്ട്. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മൊത്തം അവസ്ഥ ഇത് തന്നെ. ഇത് അവിടെ പോയി ജിഡയിൽ പോയി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തപ്പോൾ ഇന്നലെ കൊണ്ട് കുറേ ചെളിയും കൊണ്ട് വീണ്ടും പോരാത്ത വരുമ്പോൾ ഈ പറഞ്ഞ മെഷീനും കാര്യങ്ങളെല്ലാം അവിടെ കിടക്കണേ. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് മെറ്റൽ പൊടി എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ആ ചെറിയ കട്ടറാവും വെച്ചിട്ട് മര്യാദക്ക് പണിയണ്ട. ഈ വർഷം കഴിഞ്ഞിട്ട് ഇനി പണിച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ പോകണ്ടേ. എന്നിട്ട് ഈ വർക്ക് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷ ചെയ്യുമ്പോൾ 2 പേരും ഒന്ന് പണിയും, അല്ലെങ്കിൽ 3 പേരും ഒന്ന് പണിയും. ഇതാണ് എൻ്റെ അവസ്ഥ. നമുക്ക് സമരത്തിലേക്ക് പോകുന്നത് എല്ലാവരും കൂടി പോകണം. ഒരു ദിവസം വരെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ സ്ഥലസ്ഥാനമാണ് ഈ കടകംപള്ളി പഞ്ചായത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ ഡെയിലി ഇവിടെ ഡോക്ടർമാർ എല്ലാവരും ഇവിടെ വരാറുണ്ട്. എല്ലാവരും അവസ്ഥ അവരൊക്കെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇതായത് എപ്പോഴും ഈ റോഡിൽ കൂടി സ്ഥിരം ഒരു 10 പ്രാവശ്യങ്ങളേറ്റവും കുറഞ്ഞ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ റോഡിൻ്റെ അവസ്ഥ ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നാളെ തുടങ്ങി സ്കൂൾ തുറക്കുക. ഇതുകൊണ്ട് ഇതിന് മുന്നോടിയായി തീർക്കുമെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞാൽ ഇനിയും 2 വർഷക്കാലം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ജില്ലയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവരും ഉണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്, പ്രഗത്ഭരായ വ്യക്തികളെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനോട് നമ്മുടെ പാലമണിക്ക് തന്നെ തുടങ്ങിയപ്പോൾ തന്നെ 1-2 പണിക്കാരെ വെച്ചുകൊണ്ടാണ് പാലമണി മുന്നോട്ട് വരുന്നത്. ഇപ്പോഴും ഇവിടെ റോഡ് പണിക്ക് ഈ റോഡ് പണിയാൻ വേണ്ടി 3-4 പണിക്കാർ, 2 JCB ഓപ്പറേറ്ററും 2 ഹെൽപ്പർമാരും വെച്ചുകൊണ്ടാണ് ഇവിടെ പണി നടക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പണി തീരില്ല എന്നുള്ള കാര്യം നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. ആൾക്കാരോട് അവിടെ സംസാരിച്ചാണ് എല്ലാവരും നേതാക്കന്മാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു തീരുമാനം ഇതുവരെ എടുക്കുന്നില്ല. ഒരു ജനപ്രതിനിധികളും ഒരാൾക്കും ഒരു തീരുമാനം എടുക്കാണ്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും ചോദിച്ചാൽ പോലും ആരും മിണ്ടുന്നില്ല, ഒരു ജനപ്രതിനിധികളും. ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞ് 2 വർഷം കൊണ്ട് ശരിക്കും പറഞ്ഞിട്ട് പാലം പണി തീരേണ്ട സമയമാണ്. ആ ഒരു 350 മീറ്റർ റോഡിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടി മഴ പെയ്ത് കഴിഞ്ഞാലും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഇപ്പം ഇനി നാളെ സ്കൂൾ തുറക്കണേ, തിങ്കളാഴ്ച 3-ാം തീയതി സ്കൂൾ തുറക്കണേ. അപ്പോൾ പിള്ളേരൊക്കെ സൈക്കിൾ ചവിട്ടി പോണ പിള്ളേരുണ്ട്, നടന്നു പോണ പിള്ളേരുണ്ട്. അപ്പോൾ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ക്ലേശകരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇത് ശരിക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭരണകൂടത്തിൻ്റെയൊക്കെ അനാസ്ഥ കൊണ്ടാണ് ഇത്രയും വൈകണത്. അപ്പോൾ അത്രയും വേഗം നമുക്ക് തീർത്തരാം. 350 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് ചുരുങ്ങിയ കാലയളവിൽ തീർക്കേണ്ട കാര്യമാണ്. അപ്പം വേഗം തീർത്തരാന്നുള്ള ഇതാണ്. രാത്രിക്കാണെങ്കിലും ഞങ്ങൾക്ക് വണ്ടിയൊക്കെ ആയിട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും കുട്ടികളും കൂടി മഴയത്ത് രാത്രി 2 വീലറുമ്പോൾ പോയിപ്പോൾ അത് അവിടെ വീഴാൻ ഇങ്ങനെ പോയി ചെരിഞ്ഞു. പെട്ടെന്ന് കാലുകുത്തിയോണ്ട് വീണില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ. ഇപ്പം പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് നല്ലൊരു റോഡ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നിങ്ങളോട്. കുട്ടികൾ ഇതിലേ കൂടിയാണ് പോകുന്നത്. കുട്ടികളിപ്പോൾ സ്കൂൾ തുറക്കാറായി. സ്കൂൾ തുറന്നാലും ഇനിയിപ്പോൾ വണ്ടിയൊന്നും അങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അമ്മമാരൊക്കെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരെ വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ മഴയത്ത് കുട്ടികളെ കൊണ്ട് ഇവിടെയൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടിയാൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നു. അത് ബുദ്ധിമുട്ടാണ്. എല്ലാ വണ്ടികളും ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ
വെള്ളത്തിലൂടെ പണിയുന്ന ഒരു റോഡായതുകൊണ്ട് ഈ റോഡ് പണിയുമ്പോൾ മഴയും ഒരു വേനലും എന്തായാലും ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഇങ്ങനെ തന്നെ കിടക്കും. പക്ഷെ നമ്മൾ ഇതൊരു ഏക വഴി ആയതുകൊണ്ട് അതിന്റെ സംവിധാനങ്ങൾ ചെയ്യാം. പക്ഷെ ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്കൊരു ടാറിട്ട റോഡ് ചെയ്യുന്ന സംവിധാനം അവിടെ ചെയ്യാൻ പറ്റൂല. വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വരുമ്പോ ഈ മറ്റേ കോറിമൊക്കെ അടിച്ചു കഴിയുമ്പോൾ മഴയും അങ്ങനെ വരുന്ന നമ്മൾ അങ്ങനെ ബോധ്യപ്പെടുത്തി തന്നെയാണ് ഈ വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളത് പലരും അത് മറന്നുപോയി എന്നുള്ളത് സത്യം. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു നേരത്തെ ഇതിന്റെ കോൺട്രാക്ടർ സെക്രട്ടറി ഒക്കെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു വേനൽക്കാലം ഒരു മഴക്കാലം ഫുള്ള് തീർന്നിട്ട് ഇത് ടാറിങ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു പാടം ഒരു വെള്ളം നികത്തി ചെയ്യുന്നുണ്ട്. നാളെ നമ്മൾ പിടിയുന്ന ഈ റോഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ പറയും പഞ്ചായത്തും ജിഡിയും തമ്മിൽ അഴിമതി കാണിച്ചു പറയില്ലേ? അതാണ് സംഭവം. വർക്ക് സൈറ്റ് ആണ്. നമ്മൾ അന്ന് കൂടിയ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട ഞങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാന്ന് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അന്ന് ജിഡ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ മീറ്റിംഗ് കൂടിയിട്ട് നിലവിലുള്ള കുഴികളെല്ലാം നികത്തി ഇന്നലെ അത് റോൾ ചെയ്തൊക്കെ ഇട്ടതാ. പക്ഷെ രാത്രി മഴ പെയ്യുമ്പോൾ വണ്ടി ഓടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ. ആയ ന്യൂനതകൾ ആ വഴിയിലുണ്ട്. ഇല്ലെന്ന് ഞങ്ങൾ പഞ്ചായത്ത് പറയണില്ല. ആ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വൈപ്പിൻ മണ്ഡലത്തിൽ പെടുന്ന ഒരു പ്രദേശമാണ്. വൈപ്പിനിലെ MLA യും എറണാകുളത്തിൻ്റെ MP യും എല്ലാം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു പ്രദേശം കൂടിയാണ്. ദ്വീപ് നിവാസികളാണ്. അവർക്ക് ഈ എറണാകുളം പട്ടണത്തിലേക്ക് വരുവാനുള്ള ഏക സഞ്ചാരയോഗ്യമായിട്ടുള്ള ഈ പാലം ചെന്ന് കയറുന്നത് കണ്ടെയ്നർ റോഡിലാണ്. പക്ഷേ ഈ അപ്രോച്ച് റോഡ് പൂർണ്ണമാകാത്തതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്താണെന്ന് ജനങ്ങൾ പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പറയുന്നത് ജിഡ എന്ന് പറഞ്ഞ അതോറിറ്റി എന്നാണ്. രണ്ടുപേരും ഗ്രാമപഞ്ചായത്തും ജിഡയും പരസ്പരം പഴിചാരി ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നത്. അവർ വലിയ സമരത്തിലേക്കാണ്. ലൈവ് ന്യൂസ് ബ്യൂറോന് വേണ്ടി റിപ്പോർട്ടർ സുബീഷ് ലാൽ.